നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പേരാണ് സന്ദർശക വിസയിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് എത്തുന്നത്. ഇതല്ലാതെ പ്രവാസികൾ അവരുടെ കുടുംബാംഗങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനും തുടങ്ങി ഈ വിസ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സന്ദർശക വിസക്കാർക്ക് ഇപ്പോൾ കർശന മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. ഇത് സന്ദർശക വിസയിൽ UAE എത്തുന്ന എല്ലാവരെയും ബാധിക്കില്ല. മറിച്ച് UAE പ്രവേശിച്ച ശേഷം വിസ കാലാവധി കഴിഞ്ഞതും രാജ്യം വിട്ട് പോകാത്തവർക്കുമാണ് മുന്നറിയിപ്പ്. ഇത്തരക്കാർക്ക് കേസും വിലക്കും വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രാവൽ ഏജൻസികൾ. വിസ കാലാവധി കഴിഞ്ഞ 5 ദിവസത്തിനകം രാജ്യം വിട്ട് പോകാത്തവരാണ് ഈ നടപടിക്ക് വിധേയരാകേണ്ടി വരിക. ഇതുമൂലം സന്ദർശകർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാനും ഭാവിയിൽ UAE-യിലോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലോ പ്രവേശിക്കുന്നതിൽ വിലക്ക് നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും അധികമായി UAE-യിൽ താമസിക്കുന്നവർ ഇത്തരം നടപടികൾക്ക് വിധേയരാകാമെന്നും ഇക്കാര്യത്തിൽ മറ്റ് മുന്നറിയിപ്പുകൾ ഉണ്ടാവില്ലെന്നുമാണ് ട്രാവൽ ഏജൻസികളുടെ നിലപാട്. ട്രാവൽ ഏജൻസികൾ വഴി എടുക്കുന്ന സന്ദർശക വിസയിൽ എത്തുന്നവർ തങ്ങളുടെ സ്പോൺസർഷിപ്പിൽ ആയിരിക്കുമെന്നതിനാൽ അവർ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് താമസിച്ചാൽ അതിന് തങ്ങൾ കൂടി ഉത്തരവാദികളാകുമെന്നും ഈ സാഹചര്യം ഒഴിവാക്കാൻ തങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുകയാണെന്നും ട്രാവൽ ഏജൻസി ജീവനക്കാർ വിശദീകരിക്കുന്നു. അധികമായി താമസിക്കുന്ന ദിവസത്തേക്ക് അധികൃതർ സ്പോൺസറിൽ നിന്നാണ് പിഴ ഈടാക്കുന്നത്. ഈ തുക ട്രാവൽ ഏജൻസികൾ സന്ദർശകരിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. പിഴ അടയ്ക്കേണ്ടി വരുന്നത് മാത്രമല്ല, തങ്ങളുടെ സ്പോൺസർഷിപ്പിൽ ഉള്ളവർ യഥാസമയം രാജ്യം വിട്ട് പോയില്ലെങ്കിൽ തങ്ങൾക്ക് പിന്നീട് വിസ അപേക്ഷകൾ നൽകുന്നതിന് പോർട്ടലിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നടപടികൾ കൂടുതൽ കർശനമായ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങൾ സന്ദർശകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വിസ പുതുക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പോവുകയോ വേണമെന്ന അറിയിപ്പിൽ പറയുന്നു. വിസ കാലാവധി കഴിഞ്ഞ് 5 ദിവസത്തിലധികം രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മറ്റൊരു ട്രാവൽ ഏജൻസി പുറത്തിറക്കിയ അറിയിപ്പിലുള്ളത്. അതിനാൽ സന്ദർശക വിസയിൽ എത്തുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ UAE-യിൽ വിസിറ്റിംഗ് വിസയുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ പുതുക്കിയ നിരക്ക് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നത് സംബന്ധിച്ച വ്യക്തത വന്നിട്ടില്ല. ഇനി വിസിറ്റിംഗ് വിസയിൽ എത്തണമെങ്കിൽ ചിലവ് കൂടും. അതുപോലെ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ഖത്തർ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിനായി 50 റിയാലാണ് ഒരു മാസത്തെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം. ഫെബ്രുവരി 1 മുതൽ ഖത്തറിൽ സന്ദർശക വിസയിൽ എത്തുന്നവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.